കാഞ്ഞിരപ്പുഴയിൽ UDF മുന്നേറ്റത്തിന് പിന്നിൽ BJP ബന്ധമെന്ന് വിലയിരുത്തൽ. PK ശശി സ്വാധീനം കണ്ടില്ലെന്നും CPM കാഞ്ഞിരപ്പുഴ ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വർദ്ധിപ്പിച്ച് നില മെച്ചപ്പെടുത്തിയതായും നിസാർ മുഹമ്മദ് പറഞ്ഞു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഘട്ടങ്ങളിലും മുന്നണി മാറി മാറി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ മാത്രമാണ് 2 ടൈം തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുമ്പ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഷീന ജോസഫ് UDFന്റെ പ്രസിഡന്റ് 14 സീറ്റോട് കൂടിയാണ് അന്ന് അധികാരത്തിൽ വന്നത്. അതിന്റെ തൊട്ടുമുമ്പ് LDF ആയിരുന്നു, അതിന്റെ തൊട്ടുമുമ്പ് UDF ആയിരുന്നു. അങ്ങനെ മാറി മാറി വരുന്ന ഒരു സ്ഥിതിയാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ടൈം തുടർച്ചയായിട്ട് ഇടതുപക്ഷം വിജയിച്ചിരുന്നു. വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാവുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അടിത്തറക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. വെറും 1400 വോട്ടാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ട് പാറ്റേണിൽ മാറ്റം വന്നിട്ടുള്ളത്. പഞ്ചായത്തിലെ 800 വോട്ടിന്റെ വ്യത്യാസമാണ് UDF LDF തമ്മിൽ 812 വോട്ടാണ് വ്യത്യാസമുള്ളത്. അങ്ങനെ പറയുമ്പോൾ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊണ്ടുണ്ട്. UDF ഈ ആഹ്ലാദമൊക്കെ തന്നെ കാണിക്കുമ്പോൾ UDF പരിശോധിച്ചു പോകേണ്ട ഘടകം ഇപ്പൊ പൂഞ്ചോല വാർഡ് ഒരു തവണ മാത്രമാണ് ആ വാർഡിന്റെ ചരിത്രത്തിൽ, ഏതാണ്ട് ഒരു 20-25 വർഷത്തെ ചരിത്രത്തിൽ ഒരു തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് CB കുര്യൻ ജയിക്കുന്നത്. അതിന്റെ മുമ്പ് ഒരു 300-ലധികം വോട്ട് വാങ്ങി 140-160 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ അവിടെ സ്ഥിരം പ്രതിദാനം ചെയ്തു പോകുന്നത് കോൺഗ്രസ് ആണ്. ആ വാർഡ് ഇത്തവണ BJP ജയിക്കുകയാണ്. 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോവുകയാണ്. ഒരു വാർഡിൽ മാത്രമല്ല, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ 6 വാർഡുകളിൽ 3ാം സ്ഥാനത്താണ് കോൺഗ്രസിന്റെ സ്ഥിതി. 3ാം വാർഡിൽ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്, 4ാം വാർഡിൽ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്, 7ാം വാർഡിൽ 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്, വാർഡ് 11 കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്, വാർഡ് 12 കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്, വാർഡ് 21 3ാം സ്ഥാനത്താണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് പോയ വാർഡാണ് വാർഡ് 11. നിലവിലുള്ള NCPയിൽ നിന്നും കൂറുമാറി കോൺഗ്രസിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള കക്ഷിക്ക് ആകെ 79 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ UDFനെ സംബന്ധിച്ചിടത്തോളം അവർ ചില വാർഡുകളിൽ സാങ്കേതികമായി വിജയിച്ചെങ്കിൽ പോലും അവരുടെ അടിത്തറ ഇളകി പോകുന്ന രൂപത്തിലേക്കുള്ള പരാജയം കൂടി UDFന്റെ ഭാഗമായി കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ നമുക്കറിയാം PKS ഫാക്ടർ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ മറ്റൊരു വിവാദങ്ങളും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിക്കെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പയിനും ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ചില കാര്യങ്ങൾ പറയാം. അങ്ങനെ ഒരു ഫാക്ടർ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ എവിടെയും പ്രകടമായിട്ടില്ല എന്നുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയും. വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം തന്നെ പറയാം. ഇപ്പൊ ആ പക്ഷം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ ഞാൻ പറയാം, ഞങ്ങളുടെ പാർട്ടിയിൽ സജീവമായി നിന്നിരുന്ന സഖാവ് രാജഗോപാൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായിട്ടൊന്നുമില്ല. ആ രാജഗോപാല് പ്രകടമായിട്ട് ഏറ്റവും കൂടുതൽ വീടുകൾ കയറിയിട്ടുള്ളതും അയാളും അയാളുടെ ഏറ്റവും കൂടുതൽ വീട് കയറിയിട്ടുള്ള ഒരു വാർഡുണ്ട്. ഞാൻ ആ വാർഡിന്റെ പേരൊന്നും പറയുന്നില്ല. ആ വാർഡിൽ ഏതാണ്ട് 206 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പൊതുവെ അവരുടെ ഒരു വർക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു രൂപത്തിലേക്കുള്ള ഒരു 3-4 ആളുകൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതിന് കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാൻ പറഞ്ഞു പ്രതീക്ഷ വിജയം വെക്കാത്തത് അത് സംഘടനാപരമായി പരിശോധിക്കേണ്ട ചില ദൗർബല്യങ്ങളൊക്കെയാണ്. അല്ലാതെ ആ ഫാക്ടർ എന്ന നിലക്ക് പായിട്ടില്ല. CCN മണ്ണാർക്കാട്.